പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നതിലും നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല. ജില്ലയിൽ എത്ര ഇടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന? കാരണം വിവിധയിടങ്ങളിൽ നിന്നും കാറുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ച കാറുകളാണോ കോഴിക്കോട്ടെ ഈ ആഡംബര കാറുകളുടെ ഷോറൂമിലുള്ളത്? എന്താണ് കസ്റ്റംസിന്റെ പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 7 ഇടങ്ങളിലാണ് പരിശോധന നടന്നു വരുന്നത്. അത് കോഴിക്കോട് നഗരത്തിൽ 2 കേന്ദ്രങ്ങളിലും ഒപ്പം മലപ്പുറത്തെ ചില കേന്ദ്രങ്ങൾ, മുക്കമടക്കമുള്ള താമരശ്ശേരി പോലുള്ള ചിലയിടങ്ങൾ, അത്തരത്തിൽ 7 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. ഇതിൽ 11 കാറുകൾ ഇതിനകം പിടിച്ചെടുത്തു കഴിഞ്ഞു എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ കാറുകൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെയാണ് കാറുകൾ സൂക്ഷിക്കുക എന്നവർ പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡ്വേ എന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ പരിശോധന നടത്തി ഒരു വാഹനത്തിൽ ചില സംശയങ്ങൾ അധികൃതർക്ക് തോന്നിയിരുന്നു. എന്തായാലും ആ വാഹനം താൽക്കാലികമായി പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ രേഖകളൊക്കെ ഉണ്ട് എന്ന് പ്രാഥമിക ചില ഇൻവോയ്സും മറ്റുമൊക്കെ ഈ സ്ഥാപന ഉടമ കസ്റ്റംസിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ രേഖകൾ സമർപ്പിക്കാനായി കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നും കാർ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ മറ്റിടങ്ങളിൽ നിന്നായി 11 കാറുകളാണ് കസ്റ്റംസ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും അവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വൈകുന്നേരം കസ്റ്റംസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കും എന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു വിശദീകരണം. എന്തായാലും വലിയ ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും ഒപ്പം മലപ്പുറത്തുമൊക്കെ ഒരുപാട് കാറുകൾ, ഇത്തരത്തിൽ വലിയ വേരിയന്റുകളുള്ള ആഡംബര വാഹനങ്ങൾ എത്തുന്ന ഒരിടമാണ്. വൻകിട വ്യവസായികളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടി ആണ്. അതുകൊണ്ട് സിനിമാക്കാർക്കപ്പുറം ഒരുപാട് പണത്തിന്റെ ഇടപാടുകൾ നടത്തുന്ന ഒരുപാട് ആളുകളുള്ള മേഖലയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് 11 കാറുകൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങളെക്കുറിച്ച് പിന്നീട് വ്യക്തമായ ഒരു ചിത്രം തന്നെ കസ്റ്റംസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിലെ ഒരു കാറാണ് സീസ് ചെയ്തിരിക്കുന്നത് എന്ന് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. കാര്യങ്ങൾ തൃപ്തികരമാണ് എന്നാണ് ഈ സ്ഥാപനത്തിലെ ഉടമ നേരത്തെ അറിയിച്ചത്. ടോം. യെസ്, ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് പനമ്പള്ളി നഗറിലെ ദുൽഖർ സൽമാന്റെ വീടിന് മുന്നിൽ നിന്നും. ആജ്ഞ, അവിടെയാണ് ദുൽഖർ സൽമാന്റെ, നമുക്കറിയാം ദുൽഖർ സൽമാനും മമ്മൂട്ടിയൊക്കെ ഈ ആഡംബര കാറുകളുടെ പ്രേമികളാണ്. അവിടെ അവരുടെ ഗ്യാരേജിൽ നിരവധി കാറുകളുണ്ട്, ആഡംബര കാറുകളുണ്ട്, പ്രത്യേകിച്ചും വിൻറ്റേജ് കാറുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ്. ദുൽഖർ സൽമാന്റെ ഒരു ഡിഫൻഡർ കാർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇളംകുളത്തെ വീട്ടിൽ നിന്നും. ഇവിടുത്തെ പരിശോധന, ഈ പനമ്പള്ളി നഗറിലെ വീട്ടിലെ പരിശോധന റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഈ നികുതി വെട്ടിച്ച് അവിടെ എത്തിച്ച കാറുകളാണോ ഇത്? എന്താണ് കസ്റ്റംസ് പറയുന്നത്? കസ്റ്റംസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, ഈ പിടിച്ചെടുത്ത ഡിഫൻഡർ ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി തന്നെയാണ്. അതേസമയം ഇവിടെയുള്ളത്, ഇപ്പം നമ്മളുള്ളത് ഒരു ഗ്യാരേജിന് മുന്നിലാണ്. ഈ ഗ്യാരേജ് എന്ന് പറയുന്നത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അതായത് കുറേ കാലം ഉപേക്ഷിച്ച കുറച്ച് വാഹനങ്ങളാണ്. 8 വാഹനങ്ങളുണ്ട് ഇവിടെ. അതായത് ബെൻസ് ഉൾപ്പെടെയുള്ള 8 വാഹനങ്ങളാണ്, ആഡംബര കാറുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ 1-2 എണ്ണം ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും രജിസ്ട്രേഷൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്, ഔട്ട് ഓഫ് കേരളയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ ഇത് നിയമപരമായി തന്നെയാണോ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നികുതി കൃത്യമായി നൽകിയിട്ട് തന്നെയാണോ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെയുള്ള ഈ ഗ്യാരേജിലുള്ളത് ഈ പറഞ്ഞതുപോലെ വിൻറ്റേജ് മോഡലിലുള്ള കുറച്ച് വാഹനങ്ങളാണ്, ഉപേക്ഷിച്ചതാണ്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളല്ല. എന്നിരുന്നാലും ഇത്തരം പരിശോധനകളുടെ ഭാഗമായി തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. അതായത് ഇന്ത്യ ഒട്ടാകെ ഈ പറയുന്ന ഓപ്പറേഷൻ നുംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ. നിരവധി വിദേശ നിർമ്മിത കാറുകൾ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പുമായി കള്ളക്കടത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തുകയും അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിട്ടും, അതായത് ദുൽഖർ സൽമാനെ സംബന്ധിച്ചിട്ടും പൃഥ്വിരാജിനെ സംബന്ധിച്ചിട്ടും ഒക്കെ അമിത് ചക്കാലക്കൽ ഇവരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ
ഇവരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട, അതായത് കസ്റ്റംസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കസ്റ്റംസിൻ്റെ നിയമത്തിനനുസൃതമായിട്ട് വരേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവർ ഈ കള്ളക്കടത്ത് സാധനങ്ങൾ വാങ്ങുന്നത് കൃത്യമായി അത് നികുതി നൽകിയതാണോ, അതല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണോ, ഇത്തരം കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ട് വേണമായിരുന്നു ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ. പക്ഷേ ഇവർ നേരിട്ട് ഇത്തരത്തിൽ കള്ളക്കടത്ത് നടത്തിയെന്നുള്ള ഇൻഫർമേഷൻ അല്ല നൽകുന്നത്. അതേസമയം അവർ ഈ കള്ളക്കടത്ത് നടത്തിയ ആളുകളിൽ നിന്നും ഇത്തരം നിരവധി വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നാണ് കസ്റ്റംസ് നൽകുന്ന വിവരം. അങ്ങനെയാണ് കസ്റ്റംസ് ഓഫീസേഴ്സ് നൽകുന്ന വിവരം. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പരിശോധനകളുടെ ഭാഗമായിട്ടുള്ള ഇത്തരം ആഡംബര കാറുകൾ വാങ്ങാൻ ആസ്തിയുള്ള എല്ലാ ആളുകളിലെയും ആഡംബര കാറുകൾ കൈവശം വെച്ചിരിക്കുന്ന ഈ അടുത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കാറുകളുടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാറുകളുടെയും എല്ലാം ഡീറ്റെയിൽസ് കസ്റ്റംസ് പരിശോധിച്ച് വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ ദുൽഖർ സൽമാനായാലും പൃഥ്വിരാജിനായാലും ഒക്കെയുള്ള പരിശോധനകൾ, ഇത്തരം പരിശോധനകൾ നേരിടേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഈ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഗുരുതരമാണ്. അത് പിന്നീട് ഉള്ള ഒരു പക്ഷേ അതൊരു പണിഷബിൾ ഒഫൻസ് തന്നെയാണ്. ഒരു പക്ഷേ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇതിനുള്ള പണിഷ്മെൻ്റ് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ്. അതേസമയം വൈകുന്നേരം 6 മണിക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആ സമയത്താണ് റിവീൽ ചെയ്യുക. ഇവർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ ഇവർക്ക് തൽക്കാലം മീഡിയയോട് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ പരിശോധനയുടെ ഭാഗമായുള്ള ആളുകൾക്ക് തൽക്കാലം മീഡിയയോട് സംസാരിക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് തന്നെ 6 മണി വരെ കാത്തിരിക്കേണ്ടി വരും ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് ഇവർ നേരിടേണ്ടി വരുന്നത് എന്നറിയാൻ. യെസ്, മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. ഏകദേശം ഈ കേരളത്തിൽ 20 വാഹനങ്ങൾ ഇങ്ങനെ വിറ്റതായും 2.5 കോടി രൂപ വിലയുള്ളൊരു ലാൻഡ് ക്രൂയിസർ 30 ലക്ഷത്തിന് ഇവിടെ വിൽപ്പന നടത്തിയതായും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനുമോദ്, മലപ്പുറം ജില്ലയിൽ 3 ഇടങ്ങളിൽ കസ്റ്റംസിൻ്റെ റെയ്ഡ് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു വ്യവസായിയുടെ വീടുണ്ടെന്ന്, അതോടൊപ്പം ആഡംബര കാറുകളുടെ ഒരു സെക്കൻഡ് ഷെയിൽ ഷോറൂമിൽ അടക്കമാണ് അവിടെ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കാറുകൾ തന്നെയാണോ ഇവിടെ ഈ രീതിയിൽ വിൽപ്പന നടത്തിയിരുന്നത്? ടോം, ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്ന വിവരം മലപ്പുറം വളാഞ്ചേരി വെട്ടിച്ചിറയിലെ ആഡംബര കാർ ഷോറൂമിൽ നടത്തിയ പരിശോധന അവസാനിച്ചിരിക്കുന്നു. ഫ്ലൈവീൽസ് എന്ന ഈ ഷോറൂമിലെ പരിശോധന അവസാനിപ്പിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്ന വിവരം. ഇവിടെ നിന്നും വാഹനങ്ങളൊന്നും ഇതിന് പിടിച്ചെടുത്തിട്ടില്ല, അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷമാണ് അവിടെ പരിശോധന ആരംഭിച്ചത്. ഒട്ടേറെ വിദേശത്തു നിന്നും ഉള്ള വാഹനങ്ങളടക്കം, അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളടക്കമുള്ള ഒരു ഷോറൂമാണത്. അവിടെ ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് കസ്റ്റംസ് ഇപ്പോൾ മടങ്ങുന്നത്. അതുപോലെ തന്നെ മലപ്പുറം അരീക്കോട് മൂർക്കനാട് നിന്ന് ഒരു വാഹനം പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന വിവരമുണ്ട്. ടയോട്ടയുടെ ക്രെസേഡ മോഡൽ എന്ന വാഹനം ആണ് പിടിച്ചെടുത്തത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെയാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം 43 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പോലീസുമായിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ വാഹന പരിശോധനയ്ക്ക് വേണ്ടിയും മറ്റ് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കുമെന്ന വിവരവും അങ്ങനെ അത്തരത്തിലുള്ള സൂചനകളുമാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് അരീക്കോട് ഒരു ഗ്യാരേജിലും ഒരു വർക്ക്ഷോപ്പിലും പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ പരിശോധന നടത്തിയ വിവരങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരു വാഹനം മാത്രമാണ് ഇതുവരെ മലപ്പുറത്ത് പിടിച്ചെടുത്തതായിട്ടുള്ള വിവരം ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വളാഞ്ചേരി വെട്ടിച്ചിറയിലെ ഈ ഒരു ഷോറൂമിലെ പരിശോധനയായിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പരിശോധനയിൽ കണ്ടെത്തിയ വാഹനങ്ങൾ, സംശയാസ്പദമായി കണ്ടെത്തിയ വാഹനങ്ങൾ കരിപ്പൂരിലെ കസ്റ്റംസിൻ്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ യാർഡിലേക്ക് കൊണ്ടുവരുന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. എത്ര വാഹനങ്ങൾ, 11 വാഹനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ പൂർണ്ണമായിട്ട് ഒരു വ്യക്തത കസ്റ്റംസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം നമ്മൾ കരിപ്പൂരിലെത്തും. അവിടെ വാഹനങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഷോറൂമുകൾ കേന്ദ്രീകരിച്ചും അത്തരത്തിൽ ആഡംബര വാഹനങ്ങൾ വാങ്ങിച്ച ആളുകളെ കേന്ദ്രീകരിച്ചും തന്നെയാണ് പരിശോധനകൾ ഇവിടെ നടക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും കസ്റ്റംസ് ലക്ഷ്യമിട്ടതുപോലെയുള്ള നിയമലംഘനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ പരിശോധന നടത്തിയ വെട്ടിച്ചിറയിലെയും അരീക്കോട്ടെയും
കസ്റ്റംസ് സംഘം ആ പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ച് മടങ്ങിയതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CB അനുമോദാണ് വിവരങ്ങൾ നൽകിയതോടൊപ്പം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനും MS അനീഷ് കുമാർ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറുമാണ് കസ്റ്റംസിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോഴും കസ്റ്റംസിൻ്റെ പരിശോധന, അതായത് 3 സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും വീടുകളിലടക്കം കസ്റ്റംസിൻ്റെ പരിശോധന തുടരുകയാണ്.